ബി.ജെ.പി. നേതാക്കളും ബി.ജെ.പി. സർക്കാരുമൊക്കെ ഒരു കാലത്ത് ഉത്തരേന്ത്യയിൽ സജീവമായി നടത്തിക്കൊണ്ടിരുന്ന ഇപ്പോഴും തുടരുന്ന ഒന്നാണ് ഈ ചാക്കിട്ട് പിടുത്തം. അത് ഇലക്ഷൻ കഴിഞ്ഞ ശേഷമാണെങ്കിൽ എം.എൽ.എമാരെ ചാക്കിട്ട് പിടിച്ചിട്ട് ഭരണം അട്ടിമറിക്കുന്ന ശ്രമം, ഇലക്ഷന് മുമ്പാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചാഞ്ചാട്ടങ്ങൾ, കൂട്ടത്തോടെയുള്ള പലായനം, അതായത് ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്കുള്ള പലായനം, അതൊക്കെ നമ്മൾ ഉത്തരേന്ത്യയിൽ സർവ്വസാധാരണമായി കണ്ടിട്ടുണ്ട്. കേരളത്തിൽ അത് ചിലപ്പോഴൊക്കെ നടന്നിട്ടുണ്ട്. പാർട്ടി മാറുന്നതും മുന്നണി മാറുന്നതും ഒക്കെ കേരളത്തിലും ചില സമയത്തൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത്, അതായത് പാലക്കാട് ഡോക്ടർ പി സരിനും അതുപോലെ തന്നെ ബി.ജെ.പിയിൽ നിന്ന് സന്ദീപ് വാര്യറും കോൺഗ്രസിലേക്കും പി സരിൻ കോൺഗ്രസിൽ നിന്ന് CPM-ലേക്കും ചേക്കേറിയ സംഭവങ്ങൾ വളരെ അധികം ചർച്ചകൾക്കും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിലെ വിവാദങ്ങൾക്കും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഗോതയിലെ പ്രചാരണത്തിനും തീ പിടിപ്പിച്ചിരുന്നു. ഇപ്പോഴിതാ കോൺഗ്രസിൻ്റെ പുതിയ സ്ട്രാറ്റജി, പുതിയ തന്ത്രം പുറത്തു വരികയാണ്. വി.ഡി. സതീശനാണ് അതിൻ്റെ തലച്ചോറ്, ബ്രെയിൻ എന്നാണ് പൊതുവെ പുറത്ത് അറിയുന്നതെങ്കിലും കെ സുധാകരനും അതുപോലെ തന്നെ ഉന്നതരായ നേതാക്കളും അതുപോലെ തന്നെ മീഡിയ സെല്ലൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളുമൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് വേണം കരുതാൻ. കോൺഗ്രസിൻ്റെ നീക്കം മറ്റൊന്നുമല്ല, ഇടതിലും അതായത് CPM-ലും CPI-ലും അതുപോലെ തന്നെ ബി.ജെ.പിയിലും അസംതൃപ്തരായി നിൽക്കുന്ന കുറേയധികം നേതാക്കളുണ്ട്. ഇപ്പോൾ ബി.ജെ.പിയിലാണെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പിന്താങ്ങുന്ന കുറേ ആളുകളും, സന്ദീപ് വാര്യർ ഉണ്ടായിരുന്നപ്പോൾ സന്ദീപ് വാര്യറിന് പിന്തുണ നൽകിയിരുന്ന നേതാക്കൾ, ഇവരെയൊക്കെ കോൺഗ്രസിലേക്ക് എങ്ങനെ കൊണ്ടുവരാം? ഒരു പരിധിവരെ കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിലേക്ക് പോവുകയും ശോഭാ സുരേന്ദ്രൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ പദവിയിൽ എത്തുകയും ചെയ്തില്ല എങ്കിൽ ശോഭാ സുരേന്ദ്രനെ തന്നെ കോൺഗ്രസിലെത്തിക്കാനുള്ള നീക്കങ്ങളാണ്, അണിയറ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മലബാറിലുള്ള ഒരു ഇടത് MLA-യുമായി കോൺഗ്രസിൻ്റെ നേതാക്കൾ സംസാരിച്ചു കഴിഞ്ഞു. ഒന്നുകിൽ കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിലേക്ക് ആ MLA-യെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മറ്റ് പാർട്ടികളിലുള്ള അസംതൃപ്തരായ നേതാക്കളെ തങ്ങളുടെ കൂടെ നിർത്തുക, അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണിയിലുള്ള മുസ്ലിം രണ്ടാമത്തെ വലിയ രാഷ്ട്രീയ കക്ഷിയായ മുസ്ലിം ലീഗിലേക്ക് കൊണ്ടുവരിക എന്ന തന്ത്രമാണ് ഇപ്പോൾ പയറ്റുന്നത്. CPI-യിൽ നമുക്കറിയാം, CPI-യിൽ പലരും അതൃപ്തരാണ്. CPM-ലുമുണ്ട് അതൃപ്തർ. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭരണത്തിൽ അതൃപ്തിയുള്ളവർ, അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറിമാരോട് എതിർപ്പുള്ള പാർട്ടി അംഗങ്ങൾ, ഏരിയ സെക്രട്ടറിയോട് എതിർപ്പുള്ള പാർട്ടി അംഗങ്ങൾ, അങ്ങനെ തുടങ്ങിയ നേതാക്കളെ, അതായത് ചെറുതും വലുതുമായ ആളുകളെ, ചെറിയ മീനുകളെയും വലിയ മീനുകളെയും വമ്പൻ സ്രാവുകളെയും കോൺഗ്രസ് പാളയത്തിലെത്തിച്ച് കോൺഗ്രസിൻ്റെ ശക്തി കൂട്ടുക. മറ്റൊന്നുമല്ല, അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റുകൾ വേണം. അതായത് 70% തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെങ്കിലും ഭരണം പിടിക്കുക എന്നതാണ് കോൺഗ്രസിൻ്റെ തന്ത്രം. അതിലൂടെ നിയമസഭയിൽ, അതായത് ഇടതുമുന്നണിയെ താഴെ ഇറക്കി, ഇടതുമുന്നണിക്ക് തുടർഭരണം ഇനി ഉണ്ടാകരുത്, അവിടെ കോൺഗ്രസ് വരണം, UDF വരണം. അതിനുവേണ്ടി ഇപ്പോഴേ അവർ പ്രവർത്തനങ്ങൾ തുടങ്ങിയതിൻ്റെ സൂചനകളാണ് നൽകുന്നത്. സന്ദീപ് വാര്യരെ കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസിൻ്റെ മൈലേജ് വളരെയധികം കൂടി എന്ന കണക്കുകൂട്ടലിലാണ് വി.ഡി. സതീശനും സംഘവും. അതുപോലെ സന്ദീപ് വാര്യർ വന്നതിൽ അതൃപ്തിയുള്ള ആളുകളുമുണ്ട്. സന്ദീപ് വാര്യർക്ക് ഇത്രയധികം പ്രൊമോഷൻ നൽകേണ്ടിയിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. അവരെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആളുകളും സന്ദീപ് വാര്യരുടെ വരവ് കോൺഗ്രസിന് ഗുണം ചെയ്തു എന്ന് ചിന്തിക്കുന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയിൽ നിന്ന് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു നേതാവ് കോൺഗ്രസിൽ വരികയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ്റെ രാഷ്ട്രീയ ഭാവിയും സുരക്ഷിതമാകും കേരളത്തിൽ. മറ്റൊന്നുമല്ല, അത് അടുത്ത ഏതെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് MLA ആകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കോൺഗ്രസ് അത് നൽകുകയും ചെയ്യും. അപ്പോൾ ശോഭാ സുരേന്ദ്രനെ കോൺഗ്രസ് പാളയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ, അണിയറ നീക്കങ്ങൾ സന്ദീപ് വാര്യരിലൂടെ നടത്തി തുടങ്ങി, അല്ലെങ്കിൽ അതിനുള്ള ശ്രമം തുടങ്ങി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതുപോലെ തന്നെ CPI-യിൽ ഇടഞ്ഞു നിൽക്കുന്ന ആളുകൾ, CPM-ൽ ഇടഞ്ഞു നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സ്ഥാനമോഹികൾ, സ്ഥാനം കിട്ടാതെ വിഷമിക്കുന്നവർ, പരിഗണന ലഭിക്കാതെ പോകുന്നവർ, അങ്ങനെയുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ച് അവരോട് സംസാരിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ച് കോൺഗ്രസ് പാളയത്തിലെത്തിക്കാനുള്ള നീക്കങ്ങളാണ് പുരോഗമിക്കുന്നത്. ഇത് എത്രമാത്രം കോൺഗ്രസിന് ഗുണം ചെയ്യും എന്നത് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം കൂടുകയാണെങ്കിൽ സന്ദീപ് വാര്യർ വന്നത് ഗുണം ചെയ്തു എന്ന് പറയാം. അതുപോലെ തന്നെ പാലക്കാട് നഗരസഭയിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ, നഗരസഭയിലാണ് ഏറ്റവും കൂടുതൽ പോൾ ചെയ്യപ്പെട്ടത്, അതിൻ്റെ പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ ബി.ജെ.പിക്ക് വോട്ട് കുറയുകയും അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് കൂടുകയും ചെയ്താൽ തീർച്ചയായും അത് സന്ദീപ് വാര്യർ ഇഫക്റ്റ് എന്ന് കോൺഗ്രസ്സിന് എടുത്തു പറയാൻ കഴിയും. അത് തന്നെയാകും ഈ നേതാക്കളെ ചാക്കിട്ട് പിടിക്കുമ്പോൾ കോൺഗ്രസ്സിന് ഗുണമുണ്ടാകുമോ ദോഷമുണ്ടാകുമോ എന്നതിൻ്റെ ഫലവും.